ബഹുമാനപ്പെട്ട ഇമാം തന്റെ കുടുംബസമേതം മുന്നോട്ട് ഇങ്ങനെ നീങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ മരുഭൂമിയിലൂടെ മുന്നോട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങ് ദൂരെ നിന്നും അതാ അതിസ്പീഡിൽ ഒരു വാഹനപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ ഓടി കിതച്ച് സമീപത്തേക്ക് ഇങ്ങനെ അടുത്ത് വരുന്നു. ബഹുമാനപ്പെട്ട ഇമാം കുടുംബത്തോട് പറഞ്ഞു, എന്റെ അഹില് കുടുംബമേ, അങ്ങ് ദൂരെ നിന്നൊരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. അത് കൂഫാന്റെ ഭാഗത്ത് നിന്നാവാനാണ് സാധ്യത. ഏതായാലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിശോധിക്കാം, അദ്ദേഹത്തെ ഒന്ന് കാത്തിരിക്കാം. അപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ സമീപത്തേക്ക് ഇങ്ങോട്ട് വന്നു എന്ന് മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്റെ കുതിരപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഇമാം ഹുസൈൻ തങ്ങളല്ലേ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഇമാമേ, ഞാൻ വരുന്നത് കൂഫയിൽ നിന്നാണ്. അങ്ങ് നാട്ടിൽ നിന്ന് കൂഫയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം അവിടെ സംഭവിക്കുന്നു. അതിന്റെ മുമ്പായിട്ട് തന്നെ ഞാൻ അതാ കൂഫയിൽ നിന്ന് അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുതിച്ചു പാഞ്ഞ് ഇപ്പൊ വഴിയിൽ വെച്ച് അങ്ങയെ ഞാൻ കണ്ടുമുട്ടി. എന്നാൽ പ്രിയപ്പെട്ടവരെ, കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് സുഹൃത്ത് മുസ്ലിം എന്നവർ കത്തെഴുതിയല്ലോ പുറപ്പെടാൻ വേണ്ടി. അത് പ്രകാരം നിങ്ങൾ പുറപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുതിച്ചു പാഞ്ഞത്. കൂഫ എന്ന് പറയുന്ന നാട് ആ എഴുത്തിൽ പറഞ്ഞ രൂപത്തിലല്ല, എല്ലാം തല തിരിഞ്ഞിരിക്കുകയാണ്. ഒരു കുട്ടി പോലും നിങ്ങളെ അവിടെ കാത്തിരുന്ന് നിങ്ങളെ സ്വീകരിക്കാൻ ഇന്ന് കൂഫയിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൂഫ രാജ്യം ഇതാ തല തിരിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഇമാമേ, അങ്ങക്കറിയോ, അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുസ്ലിമിനെയും 2 കുട്ടികളെയും പുതുതായി അവിടേക്ക് കടന്നു വന്ന ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഒരു ക്രൂരൻ പിടിച്ചു കെട്ടാനുള്ള കൽപ്പന നൽകിയിട്ടുണ്ട്. പക്ഷെ പിടിച്ചു കെട്ടിയോ കൊണ്ടുപോയോ പിന്നെന്ത് സംഭവിച്ചു അതൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് തന്നെ ഞാൻ ചിന്തിച്ചു, ഇതുപോലെ ഹുസൈൻ തങ്ങൾ പുറപ്പെട്ട് ഈ നാട്ടിലേക്ക് വന്നാൽ മഹാനും ചിലതൊക്കെ സംഭവിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് ഞാൻ കുതിച്ചു പാഞ്ഞു. അത്ര കൂട്ടുകാരുടെ കഥ എന്തായി എന്ന് എനിക്കറിയില്ല എന്നങ്ങ് പറഞ്ഞ് ഈ കൂട്ടുകാരൻ പറഞ്ഞു, ഇമാമേ, ദയവ് ചെയ്ത് അങ്ങ് തിരിച്ചു പോകണം, കൂഫയിലേക്ക് വരരുത്. ഒരു കുട്ടി പോലും സഹായിക്കാനില്ലാത്ത അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കാണ് നാട് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഇമാമ് പറഞ്ഞ, സുഹൃത്തെ, എന്റെ സുഹൃത്തുക്കളെ അന്നാട്ടുകാരി ഈ ക്രൂരന്മാർക്ക് വിട്ടുകൊടുത്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് വഴിയിൽ വെച്ച് ഞാൻ ഈ വാർത്ത കേട്ട് പേടിച്ച് തിരിച്ചു പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ സുഹൃത്തെ, ഒരിക്കലും സാധ്യമല്ല. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടടിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വഴിക്ക്, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് എന്ന് പറഞ്ഞ് ആ പറയപ്പെട്ട വന്നിരിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതാണ് അയാൾ ഇങ്ങനെ ഹുസൈൻ തങ്ങളെ തിരിച്ചയക്കണം എന്നുള്ള നിയ്യത്തോടു കൂടി കുതിച്ചു പറഞ്ഞതും വഴിയിൽ വെച്ച് കണ്ടതും ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞതും. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങൾ അയാളുടെ വാക്ക് അവഗണിച്ചു. അങ്ങനെ ആ പാവം അയാളെ വഴിക്ക് പോയി. ബഹുമാനപ്പെട്ട ഇമാമത കുടുംബസമേതം വീണ്ടും മുന്നോട്ട് ഇങ്ങനെ നീങ്ങുക. പോകുന്ന സമയത്തൊക്കെ തന്റെ സുഹൃത്ത് കുടുംബത്തിനോട് പറയുന്നുണ്ട്, ആ കൂട്ടത്തിൽ പ്രിയരെ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇവർ യാത്രക്കൊരുങ്ങിയ സമയത്ത് ആ കൂട്ടത്തിലേക്ക് ഒരു 70 സുഹൃത്തുക്കൾ കടന്നു വന്നു. മദീനയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഒരു 70 സുഹൃത്തുക്കൾ. ഈ സുഹൃത്തുക്കള് ബഹുമാനപ്പെട്ട ഇമാമ് യാത്ര പോകുന്നത് ഇഷ്ടപ്പെടാത്തവരാ. അവരെ തടഞ്ഞു വെക്കാൻ, അവരെ പോകുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയവരാ. പക്ഷേ ഇമാമ് തീർച്ചയായിട്ടും മുന്നോട്ട് കുടുംബസമേതം പോകുമെന്ന് മനസ്സിലായപ്പോ ഈ 70 സുഹൃത്തുക്കൾ വന്നിട്ട് എന്ത് പറഞ്ഞു? അള്ളാഹുവിന്റെ മുത്ത് റസൂലിന്റെ അഹ്ലു ബൈത്തിന്റെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്കൊരു വല്ലാത്ത ആഗ്രഹമുണ്ടല്ലോ ഇമാമേ, അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്കും സമ്മതം തരണം, ഞങ്ങൾ അത്രക്ക് ആവേശത്തിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോ ഈ 70 സുഹൃത്തുക്കൾക്കും സമ്മതം കൊടുത്തു എന്ന് ചരിത്രം പറയുന്നു. അവരും ഈ കൂട്ടത്തിലുണ്ട് യാത്രാ സംഘത്തോടൊപ്പം. അങ്ങനെ ഈ കുടുംബവും സുഹൃത്തുക്കളും ഒന്നിച്ച് വീണ്ടും അവർ അതാ ഈ ചെറുപ്പക്കാരന്റെ വാക്ക് അവഗണിച്ച് മുന്നോട്ട് നീങ്ങുകയാ കൂഫാനെ ലക്ഷ്യം വെച്ചുകൊണ്ട്. ഏതാനും ദൂരത്തങ്ങെത്തിയപ്പോ അകലെ നിന്നും അതാ കാണുന്നേ അതിയാവേശം കുതിത്തിടുന്നേ പടയാളിയ അടുത്തിടുന്നേ ഒരു ശ്വാസത്തിൽ അരുളിടുന്നേ അകലെ നിന്നും അതാ കാണുന്നേ
അതിയാവേശം കുതിത്തിടുന്നേ പടയാടിയ അടുത്തിടുന്നേ ഒരു ശ്വാസത്തിൽ അരുളിടുന്നേ മുരക്കുന്ന് കഥകൊല്ലും അറിയുന്നു മുസ്ലിം അവരുടെ ഗതിയെല്ലാം മുസ്ലിം അവരുടെ ഗതിയെല്ലാം അതിലേറെ അവരുടെ കുരുന്നുകളാലാത്തുകൾ അതിദുഃഖം അതിരോഷം വിധിയെല്ലാം അതിദുഃഖം അതിരോഷം വിധിയെല്ലാം നടന്ന് നീങ്ങും അതാ കാണുന്നേ നിരന്ന സൈഫിൻ ഒരു വ്യൂഹമേ അകലെ നിന്നും അതാ കാണുന്നേ അതിയാവേശം കുതിത്തിടുന്നേ പടയാടിയ അടുത്തിടുന്നേ ഒരു ശ്വാസത്തിൽ